ഈ ഭൂഗോളം ആലങ്ങാട് അച്യുതൻ മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. മാഷ് ഇന്നില്ല. മകൻ പ്രകാശനാണിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ. ഇന്ന് ഇത്രയും മതി. ഇനി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാം. ഡോക്ടറാവാനാണ് പ്രകാശൻ ആഗ്രഹിച്ചത്. പക്ഷെ നേഴ്സാവാനേ കഴിഞ്ഞുള്ളൂ. പാസ്സായി കഴിഞ്ഞപ്പോൾ നേഴ്സിൻ്റെ ജോലിക്ക് ഡിഗ്നിറ്റി പോരാന്നൊരു തോന്നൽ. തെങ്ങേ കയറി ഒരു തേങ്ങ ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല. തെങ്ങ കയറാനല്ല ഞാൻ ഡിഗ്രി എടുത്തത്. എല്ലാ മാസവും ഇവിടെ തേങ്ങ ഇടാൻ വരാറുള്ള സതീശൻ എമ്മേക്കാരനല്ലേ? സതീഷിൻ്റെ അച്ഛനും തെങ്ങേറ്റക്കാരനാ. എൻ്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. ആ വ്യത്യാസമുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്കാരം. പ്രകാശനൊഴികെ ആ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേട്ടത്തി തയ്ക്കും, അമ്മ സഹായിക്കും. ചേട്ടൻ പ്രദീപൻ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പക്ഷെ പ്രകാശൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോൾ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനമടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ. കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവം പ്രകാശനമുണ്ട്. ചെന്നൈ മേൽ പിടിക്കാനുള്ള ചെയ്തോട്ടാ. വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടോ. കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാമകൃഷ്ണമുള്ള ഇടക്കാലത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. അഴിമതിയാണ് ഉന്നം. ആത്മാർത്ഥതയില്ലാത്ത വാചകമടിയിൽ വിജയിച്ചാൽ ചിലപ്പോൾ MLA-യോ മന്ത്രിയോ ആയാലോ. എന്താ പ്രകാശം? എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഞാൻ മാധവേട്ടൻ്റെ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. പക്ഷേ ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ പാർട്ടിയിൽ കൂടുതലും. ഇവന്മാർക്ക് ചെലവിന് കൊടുക്കാൻ തന്നെ ഫണ്ട് തികയുന്നില്ല. പ്രകാശം പോയിട്ട് പിന്നെ വാ. പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് PR ആകാശ് എന്നാക്കി. അതെ, നമ്മുടെ ഈ പാലക്കാവ് മാതച്ചന്റെ വീട് എവിടെ? ഞാൻ പറഞ്ഞു ഈ ഹൈറ്റില് വരച്ചിട്ട് കട്ടി വീശുള്ള ടൗണില് വളണ്ടിപ്പോ നമ്മുടെ മാതച്ചൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകണ്ടോ? അവിടെ ഒരു കൊടിമരമൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ടേൺ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോകണ്ടേ, അവിടെ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാൽ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവരില്ലേ, ചുറ്റിട്ട് വരട്ടെ. ഒട്ടന്മാര്
ഇതൊരു പെണ്ണുകാണൽ ചടങ്ങിനുള്ള യാത്രയാണ്. ഖത്തറിൽ ജോലിയുള്ള പ്രകാശന്റെ സുഹൃത്ത് ബാഹുലേയൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കൂട്ടിന് പ്രകാശനെയും വിളിച്ചു, അതിൻ്റെ അപകടം അറിയാതെ. കൂട്ടുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ വീട് കണ്ടപ്പോൾ തന്നെ പ്രകാശനൊന്ന് ഞെട്ടി. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഖത്തറിൽ പോയത്. 2 വർഷം കൊണ്ട് അറബി പഠിച്ച് കമ്പനിയുടെ മാനേജറാക്കി. എവിടെ പഠിച്ചതൊക്കെ? ബിടെക് അമ്പത്തൂരാണ്. പിന്നെ സ്കൂൾസൊക്കെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇയാൾ എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? ബിസിനസ്. എന്നാ പിന്നെ മോളെ വിളിക്കാം. അമ്മോ, പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി മോഡേൺ, നല്ല സുന്ദരി. പ്രകാശന്റെ മനസ്സിൽ അസൂയ മുളപൊട്ടാൻ തുടങ്ങി. ഞങ്ങൾക്കാകെയുള്ളത് ഒരൊറ്റ മോളാ. ഞാനുണ്ടാക്കിയതെല്ലാം അവൾക്ക് മാത്രമുള്ളതാണ്. നല്ല കുട്ടി, എനിക്കിഷ്ടമായി. തറവാട്ടുകാരാ, ഇനി വേറൊന്നും നോക്കണ്ട കാര്യമില്ല. ബാഹുബലി അല്ല ബാഹുല, നമുക്കിത് വേണ്ട. അതെന്താ? നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഈ കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ മുഴുവൻ ചരിത്രം എനിക്കറിയാം. നമുക്ക് പറ്റിയ ബന്ധമല്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയാന്ന് വിചാരിച്ചാൽ മതി. ഇത് വിടുന്നതല്ല. വിട്ടോ വിട്ടോ. ബാഹുലേയം വിട്ടെങ്കിലും പ്രകാശം വിട്ടില്ല. ആ സമ്പന്ന സുന്ദരി പ്രകാശന്റെ മനസ്സിൽ ഒരു മോഹപുഷ്പമായി വിടർന്നു നിന്നു. നേരായ മാർഗത്തിൽ അവളെ കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പ്രകാശൻ പ്രണയമാർഗത്തിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കി. ഹലോ, എന്ന് ഇതിലൂടെയാണ് നടക്കാൻ പോകുന്നത്? ഞാൻ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട്. ആകാശ്, ഹലോ, പേരെന്താന്നാ പറഞ്ഞേ? ആകാശ്, PR ആകാശ്. ഇനി എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ താൻ ആകാശം കാണില്ല, പിടിച്ച് പോലീസിലേപ്പിച്ച് അകത്താക്കും. മനസ്സിലായോ? ഭാവി പ്രതീക്ഷകളൊന്നുമില്ലാത്ത PR ആകാശിൻ്റെ ജീവിതം ഇവിടം മുതൽ തകിടം മറിയുകയാണ്. ഇത് സലോമി. നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പ്രകാശൻ്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു.
അങ്ങനെയല്ലെന്നറിഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാര്? സലോമി, ബാംഗ്ലൂരിലെ നഴ്സാണ്. പ്രകാശനല്ലേ? കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോൾ പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ? ഞാൻ വിളിക്കാതിരുന്നത് നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോൾ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറേ നുണകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ. ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. ഈ വീടൊക്കെ കണ്ടുപിടിച്ചു. വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു. എന്തായാലും ബുദ്ധിയായി. ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ. എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി, നഴ്സായിട്ട് തന്നെ. ഇപ്പം ഞാൻ നാട്ടിലാണ്. അധികം വൈകാതെ പോകും. അതൊക്കെ ശരിയായി. എങ്ങനെ? ശ്രമിച്ചു, കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. കാശൊക്കെ കുറച്ച് കടായി. അത് കുഴപ്പമില്ല. അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നല്ലോ. ഇവിടുത്തെ പോലെയല്ല. അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം. ഈ 3000 യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര? 3 ലക്ഷം ഒരു മാസം. അങ്ങനെയാണ് പ്രകാശിൻ്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും. മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജൻ്റാണിപ്പോൾ. ഒരുപാട് പരിചയക്കാരുമുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. उसमें कितने लोग हैं? 25 लोग हैं। टोप बड़ी बिल्डिंग साइड पे 10, खेत में 5, लोडिंग के लिए 10. सब निकलो. तुम लोग जल्दी जाओ। गोपाल जी कुछ लोग पैसा ज़्यादा मांग रहा है। नहीं अभी नहीं हो. ഗോപാൽ ജി, ബിൽഡിങ്ങിന്റെ തറപ്പണിക്ക് 10 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 പേരും കൂടി വേണമെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു സുരേഷ്. അവിടെ ഭരണം മാറിയില്ലേ. ഇന്ന് 10 പേരേ ഉള്ളൂ. ബാക്കി നാളെ നോക്കാം. സബിലോ ജാവനാ. പ്രകാശം, നീ എന്താ ഇവിടെ ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്? ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷിച്ച് പറഞ്ഞു. പുലർച്ചയ്ക്ക് ഈ കവലയിലുണ്ടാവുന്നു. ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരെ അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാനിവിടെ കാത്തു നിൽക്കും. ബഹർ 2 প্লেট ঘনাগর মাংস আর 6টা রুটি। ঘনাগর মাংস? ঘনাগর মাংস। ও, बीफ करी। ठंडा बीफ करी और चपाती। മദീൻ, 2 ചായ ദേ ദോ, ചീനി കം. നിങ്ങൾ എന്താണ് നമ്മളോട് ഹിന്ദിയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് മധുരം കുറച്ച് 2 ചായ അല്ലേ? അത് നമ്മൾ തരാന്ന്. ബംഗാളികളോട് സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ ഇന്ത്യ വരും. അപ്പോൾ പ്രകാശ. ഗോപാൽജി, പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഞാൻ പറഞ്ഞില്ലേ, ഗസറ്റി പരസ്യം ചെയ്ത് പേര് മാറ്റി. ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാണ് ഇപ്പോൾ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും. അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? യൂണിഫോമൊക്കെ ഇട്ട് വെള്ളത്തുപ്പിയൊക്കെ വെച്ച് ഒരു മാലാക. അത് നമ്മൾ ആണുങ്ങൾക്ക് ശരിയാകും. പിന്നെന്തിനാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പോൾ വിവരമുണ്ടോ? ചായ പിടിക്കും. പ്രകാശ, ആകാശ്, ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിൽ
ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ. ഹലോ யாரு தியாகு டேய் நீ எங்க போச்சட நீ 3 நாள் லீவுன்னு சொல்லிட்டு இப்போ ஒரு வாராச்சு நீங்க வர வேண்டாம். गोपाल जी ऊपर है. ആ പ്രകാശം നീ പോയില്ലേ? ഒരു തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പോവോ? ഇന്ന് പകല് മുഴുവൻ ഞാനത് ആലോചിച്ചത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഗോപാൽജി, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോൾ അത് കണ്ടുപിടിക്കും, വഴക്ക് പറയും. എന്തിന്? മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപാൽജി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും. ഗോപാൽജി മാത്രം പോകുന്നില്ല. ഇതറിഞ്ഞ എൻ്റെ അച്ഛൻ അച്യുതൻ മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണും. ഞാനിതെപ്പോൾ പറഞ്ഞു? അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പം പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതൻ മാഷിൻ്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ? അത് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു. ഇവിടെയോ? പിന്നല്ലാതെ എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ചപ്പാത്തി കൊടുന്നു ഗോപാൽജി. ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ. നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മളെല്ലാം ഒറ്റക്കെട്ടാ. 2 ചപ്പാത്തി എനിക്കും കിട്ടും. अरे भुवनेश्वर. हाँ गोपाल जी. 2 चपाती लाओ ना. 3. ഹലോ. അയ്യോ, പനി കൂടുതലുണ്ടോ? ഈശ്വര, ഇനിയിപ്പോൾ നിപ്പ മറ്റോ ആണോ? ആശുപത്രി പോണോ? ഞാൻ വരണോ? സിറ്റിയിലുണ്ട് ഞാൻ. ഇന്ന് വന്നു. ഇന്നെത്തിയതേ ഉള്ളൂ. പറ, ഞാൻ വരണോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം. എങ്കിൽ നല്ലവണ്ണം പൊസിച്ച് കടന്നോളൂ. ഞാൻ നാളെ വിളിക്കാം. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരാളുടെ പേര് എങ്ങനെയാണ് ചോദിക്കുക? താങ്കളുടെ പേര് എന്താകുന്നു?
അതിൻ്റെ മറുപടി എൻ്റെ പേര് ഇങ്ങനെ. ഇത് ജർമ്മനിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വി ഈസ്റ്റ് ഇയർ നാമ്. അതിൻ്റെ മറുപടി ഞാൻ പറയും, മൈൻ നാമ് ഈസ്റ്റ് രാജ്മണി. വി ഈസ്റ്റ് ഇയർ നാമ്. Mein Name ist Dhanya. Mein Name ist Vipin. മൈ നാമ ഇസ്റ്റ് ആകാശ്. PR ആകാശ്. ചേച്ചി, ചേച്ചിക്ക് ഫോൺ. അതിങ്ങോട്ട് എടുത്തോണ്ട് വാ. ഹലോ. പനി കുറവുണ്ടോ? പനി മാറി. പ്രകാശൻ എന്താ ഇവിടെ വന്നത്? അറിയില്ല, ഏതോ ഒരു ഉൾപ്രേരണ എന്നെ ഇവിടെ എത്തിച്ചു. എന്ന് പറഞ്ഞ? കാണുമ്പോൾ നേരിട്ട് പറയാം. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ കുളിക്കാൻ പോണു. എന്നാ സൂക്ഷിച്ച് വിളിച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാം. बस 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 बस, एक साथ मोबाइल पर वाईफाई नहीं मिल रहा है इधर. वाईफाई के बिना कैसे रहेंगे इधर? वाईफाई चाहिए ना मेरे को. मेरे को मच्छर का प्रॉब्लम है, रूम में मच्छर काटता है. ഹലോ. ഉള്ളിലെന്തോ ഒരു വിങ്ങല് പോലെ. വിങ്ങലെന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദന? മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ. എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്നതല്ലേ ഇത്. പിന്നെ എനിക്കറിയില്ല. സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റുമോ? എവിടെ വെച്ച് കാണും? അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.